പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മാർച്ച് മാസം 5-ാം തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ജീവജലം ശ്രവിക്കുന്ന ഏവർക്കും ഈ ദിനം നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. സെയിന്റ് മാർക്ക് ചാപ്റ്റർ 1 വേഴ്സ് 35 നാം ഇങ്ങനെ വായിക്കുന്നു: അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു വിജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ഇത് യേശുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കേവർക്കും അറിയാം. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ കഫർന്നഹൂമിൽ എത്തി. അവിടെ പള്ളിയിലൊക്കെ പ്രസംഗിച്ചതിന് ശേഷം ഇതാ പത്രോസിന്റെ ഭാര്യ വീട്ടിൽ തൻ്റെ അമ്മാവിയമ്മ പനി പിടിച്ച് ക്ഷീണാവസ്ഥയിലായിരുന്നു. യേശു അവിടെ ചെന്ന് അമ്മയ്ക്ക് സൗഖ്യം കൊടുക്കുകയും പ്രിയ മാതാവ് യേശുവിനെ ശുശ്രൂഷിക്കുകയും ചെയ്തതായി നാം പ്രസ്തുത ഭാഗത്ത് വായിക്കുന്നു. തുടർന്ന് ആ പ്രദേശത്തു നിന്നുള്ളവരൊക്കെയും വീട്ടിലെത്തുകയും നാനാവ്യാധിക്കാർക്കും ഭൂതഗ്രസ്തർക്കും ഒക്കെ യേശു സൗഖ്യം കൊടുത്തു. ആ രാത്രിയിൽ അവിടെ പാർത്തു. ആ ദിവസം വെളുക്കുമ്പോൾ ഇരുട്ടുള്ളപ്പോൾ തന്നെ യേശു വിജനമായ സ്ഥലത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ത്രിത്വത്തിൽ രണ്ടാമൻ, ദൈവപുത്രൻ, സകലത്തിനും മുൻപേ ഉള്ളവൻ, സകല അധികാരങ്ങളും കൈവശമുള്ളവൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഉണ്ടോ? ഇതൊരു വലിയ ചോദ്യമാണ്. അതെ, ഇതാണ് യേശുവിൻ്റെ മാതൃക. ഈ ഭാഗത്ത് മാത്രമല്ല, നാം സുവിശേഷ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ പല ഭാഗത്തും യേശു വേറിട്ട് ഏകനായി എന്തിന് തൻ്റെ അന്ത്യ രാത്രിയിൽ ഈ ഭൂമിയിലെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അവസാന രാത്രിയിലും താൻ ഗത്സമന തോട്ടത്തിൽ ദൂരെ മാറി പ്രാർത്ഥിക്കുന്നതായി നാം കാണുന്നു. പ്രാർത്ഥനയ്ക്ക് ഇത്രമാത്രം ഉദാത്തമായ മാതൃക, ഒരു വാക്കിൽ പറഞ്ഞാൽ തൻ്റെ പിതാവുമായിട്ടുള്ള സംസർഗം നിരന്തരം പുലർത്തിക്കൊണ്ടിരുന്ന യേശുവിനെ നമുക്ക് ഈ ഭാഗത്ത് കാണാം. നമുക്കറിയാം, ഇന്ന് 2025 മാർച്ച് 5-ാം തീയതി ബുധനാഴ്ച. ഈ വർഷത്തെ ഈ ബുധനാഴ്ചയുടെ പ്രത്യേകത, ലോക ക്രൈസ്തവ ജനതയിൽ വിശ്വാസപരമായി നോമ്പ് അനുഷ്ഠിക്കുന്നവർ, ലെന്റ് ആഘോഷിക്കുന്നവർ അഥവാ ആചരിക്കുന്നവർ ഇന്ന് ആഷ് വെനസ്ഡേ ആയി, ചാമ്പൽ ബുധനായി ആചരിച്ച് അവരുടെ നോമ്പ് ദിനം ആരംഭിക്കുകയാണ്. എന്താണ് നോമ്പ്? ലെന്റ് ആ പദത്തിൽ കൂടെ അർത്ഥമാക്കുന്നത് സ്വയം തിരിഞ്ഞു നോക്കുക, അവരവരെ തന്നെ കാണുക, സമർപ്പിക്കുക, തിരുത്തുക, ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക. നാം ചില ആചാര അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി മാംസ ആഹാരങ്ങൾ വെടിയുന്നു, ഒഴിവാക്കുന്നു. ഇതിനപ്പുറത്തായി നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട വചനപരമായ കാര്യങ്ങൾ പാലിക്കാത്തിടത്തോളം കാലം ഏതെല്ലാം ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കിയാലും
അതിനകത്തിലൊന്നും ദൈവം പ്രസാദിക്കുന്നില്ല. ദൈവം പ്രസാദിക്കുന്നതിന് ഈ നോമ്പും ആവശ്യമില്ല. ഇതിലൊന്നുമല്ല ദൈവം പ്രസാദിക്കുന്നത്. ദൈവം പ്രസാദിക്കുന്നത് വചനം അനുഷ്ഠിച്ച് ദൈവവചനപ്രകാരം ജീവിച്ച് ദൈവകൃപയിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. അവരിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അതുകൊണ്ട് നാം ഈ വർഷത്തെ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മോട് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ നമ്മോട് വെളിപ്പെടുത്തുന്നു. മറ്റൊന്നുമല്ല, യേശു വിജനമായ സ്ഥലത്ത് പോയിരുന്ന് പ്രാർത്ഥിച്ചതുപോലെ ഈ വർഷം നോമ്പ് ആചരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ ശക്തമായ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വരിക. നോമ്പ് ആചരിക്കാത്തവരായി എന്നെ ശ്രവിക്കുന്നവർ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ വലിയ മൂല്യം എന്തേ എന്ന് ഓരോ നിമിഷവും തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടുക. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് എത്രത്തോളം സ്ഥാനമുണ്ട്? ഞാൻ പലപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ് 2 അല്ലെങ്കിൽ 3 മണിക്കൂറുകളോളം വിവിധ സോഷ്യൽ മീഡിയകളിലായി നാം നമ്മുടെ സമയം ചിലവഴിക്കുന്നു. ഇതൊന്നും വേണ്ട എന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല. എന്നാൽ ദൈവവചനം നമ്മിൽ എത്ര പേർ എത്ര സമയം വായിക്കുന്നു? ഏറ്റവും കുറഞ്ഞത് പഴയ നിയമ പുതിയ നിയമ സങ്കീർത്തനങ്ങളിൽ നിന്നായി 3 അധ്യായം ഒരു ദിവസം വായിക്കുവാൻ കഴിയുന്നുണ്ടോ? എത്ര നേരം പ്രാർത്ഥിക്കുന്നുണ്ട്? ഞാൻ ഉദ്ദേശിച്ചത് സോഷ്യൽ മീഡിയയേക്കാൾ എത്രയോ അളവ് കുറവാണ് ഞാൻ നിങ്ങളും ദൈവവുമായിട്ട് ബന്ധം പുലർത്തുന്നത്. ഈ നോമ്പ് കാലയളവ്, ഈ വരുന്ന ദിനരാത്രങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് യേശു നൽകിയ മാതൃകയിലേക്ക് മടങ്ങി വരാം. ഇന്നലത്തെ ജീവജലം ശ്രവിച്ചവർക്കറിയാം, ഈ നാളുകളിൽ നാം ഒത്തിരി പ്രാർത്ഥിക്കണം, ഒത്തിരി ദൈവസനെ ജാഗരിക്കണം. നശിച്ചു പോകുന്ന യുവ തലമുറ, ദൈവമില്ലാത്ത ഒരു കാലഘട്ടം, ദൈവത്തെയും ദൈവപ്രവൃത്തിയെയും ചോദ്യം ചെയ്ത് മുൾമുനയിൽ നിർത്തുന്ന ഒരു ബുദ്ധി വൈഭവത്തിന്റെ കാലഘട്ടം. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ കാലഘട്ടത്തിലേക്ക് മടങ്ങി വരാം. നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥനയിലൂടെയാണ് കാര്യങ്ങൾ നേടിയത്, അല്ലാതെ ഒരുവിധ കുറുക്കുവഴിയിലും അല്ല. യേശുവും തന്റെ സകല ശുശ്രൂഷകളും പിതാവിനോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിച്ചു തന്നെയാണ് ഈ ഭൂമിയിൽ നിറവേറ്റിയത്. യേശുവിന്റെ ഈ ഭൂമിയിലെ അവസാനത്തെ സെക്കൻഡിൽ തന്റെ പ്രാണൻ വെടിയുമ്പോഴും ക്രൂശിൽ കിടന്ന് 7ാമതായി മൊഴിഞ്ഞ മൊഴി, പിതാവേ, എന്റെ പ്രാണനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തന്റെ പ്രാണനെ വിടുന്ന ഒരു ധന്യമായ പ്രാർത്ഥനയോടെയാണ് ഈ ഭൂമിയിലെ ജീവിതം യേശു അവസാനിപ്പിക്കുന്നത്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, വിവിധങ്ങളായ വിഷയങ്ങളിൽ കൂടെ ഞാൻ നിങ്ങളും കടന്നു പോകുകയാണ്. കുഞ്ഞുങ്ങളുടെ കാര്യം, കുടുംബകാര്യം, ജോലിക്കാര്യം, പഠനകാര്യം, ആരോഗ്യകാര്യം, സാമ്പത്തിക കാര്യം, നിയമകാര്യം, അങ്ങനെ നീണ്ടുപോകുന്നു നമ്മുടെ ആവശ്യങ്ങളും അവസ്ഥകളും. ഇതിനൊക്കെ എന്താണ് പരിഹാരം? നമ്മുടെ കയ്യിലുള്ള പണം തികയുമോ? നമ്മുടെ ആരോഗ്യം മതിയാവുമോ?
നമ്മുടെ ബുദ്ധിവൈഭവം തികയുമോ? നമ്മുടെ കഴിവ് ഇതിന് പ്രാപ്തമാണോ? നമ്മുടെ ഇൻഫ്ലുവൻസ്, നമ്മുടെ ആൾബലം, സംഘടനാബലം, സഭാബലം, സ്ഥാനം, മാനം, പദവി, ഇവയൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായി തീരുമോ? ഒരിക്കലുമില്ല. അങ്ങനെ ആരെങ്കിലും ഇന്ന് പകൽ എന്റെ കഴിവും എന്റെ ബുദ്ധിയും എന്റെ പണവും എന്റെ പിടിപാടും എന്റെ കുടുംബവും എന്റെ സ്ഥാനവും മതി, എന്റെ ഏത് പ്രശ്നവും പരിഹരിക്കാമെന്ന് മൂഢസ്വർഗത്തിൽ വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നത് അവസാനിപ്പിക്കണം. സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, ഈ ഭൂമിയുടെ ഏത് കോണിലിരുന്ന് ഈ പ്രഭാത വാഗ്ദത്ത വചനം കേൾക്കുന്നവരുമായിക്കൊള്ളട്ടെ, പ്രാർത്ഥിക്കണം. അത് മാത്രമേ നമുക്ക് ചെയ്യുവാനുള്ളൂ. അതുകൊണ്ട് യേശു നൽകിയ മാതൃക, പ്രാർത്ഥനാ ജീവിതം നമുക്കും സ്വീകരിക്കാം. നമ്മുടെ ഏത് പ്രശ്നത്തിനും ഏക സൂത്രവാക്യം പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ബാക്കി ദൈവത്തിന്റെ കയ്യിലാണ്. അതുകൊണ്ട് ഈ ആഷ് വെഡ്നെസ്ഡേ ദിനം നോമ്പ് ആചരിക്കുന്നവരോ ആചരിക്കാത്തവരോ വിശ്വസിക്കുന്നവരോ വിശ്വസിക്കാത്തവരോ ആരുമായിക്കൊള്ളട്ടെ, നമ്മുടെ ഓരോ ദിനവും ഓരോ നിമിഷവും പ്രാർത്ഥനയോടെ ആയിരിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിന്റെ ഏത് കോണിലുമായിക്കൊള്ളട്ടെ, അവർ കടന്നു പോകുന്നത് വിവിധങ്ങളായ വിഷയത്തിലൂടെയാണോ? ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിദൂരങ്ങളിലാണ്. പഠനത്തിലുള്ള പ്രശ്നം, വിസയിലുള്ള പ്രശ്നം, നിലനിൽപ്പിന്റെ പ്രശ്നം, ആരോഗ്യ പ്രശ്നങ്ങൾ, കൂട്ടുകാർ സംബന്ധമായി അവർ നിൽക്കുന്ന ഹോസ്റ്റലിന്റെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ഒക്കെ നേരിടുന്നുണ്ടാവാം. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ശക്തമായി പ്രാർത്ഥിക്കുക. നിങ്ങൾ ജോലി സ്ഥാനത്ത് വിവിധ പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിയമക്കുരുക്കുകൾ നിങ്ങളെ വേട്ടയാടുന്നു. എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്രതീക്ഷിതമായി ജീവിതത്തിൽ കടന്നു വരുന്ന ചില രോഗങ്ങൾ, തന്മൂലം ഉണ്ടാകുന്ന പ്രതിസന്ധികൾ നമ്മെ ആകമാനം നിരാശയിലും തകർച്ചയിലേക്കും തള്ളിവിടുന്ന ജീവിതത്തിന്റെ പ്രതികൂലങ്ങൾ, ഇവയിൽ കൂടെ കടന്നു പോകുന്നവർ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുവോ? പ്രിയ സഹോദരങ്ങളെ, യേശു നൽകിയ മാതൃക മുഴങ്കാല് മടക്കി പ്രാർത്ഥിക്കുക. അതെ, ഈ ലോകത്തിൽ നിങ്ങളെ ആരും കാണണമെന്നില്ല. കണ്ടാലും നിങ്ങളുടെ വേദന തിരിച്ചറിയണമെന്നില്ല. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൽ ഹന്നയുടെ ഹൃദയവേദന ദൈവാലയത്തിലെ ഏലി പുരോഹിതൻ തിരിച്ചറിഞ്ഞില്ല. അത് അദ്ദേഹത്തിന് മറ്റു പലതുമായിട്ടാണ് അനുഭവപ്പെട്ടത്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് ഹന്നയുടെ ഉള്ള് തിരിച്ചറിയുവാൻ കഴിഞ്ഞു. നിങ്ങളെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ മക്കൾ, ഭർത്താവ്, ഭാര്യ, സഹോദരങ്ങൾ ആരും പരിഗണിച്ചില്ല, തിരിച്ചറിഞ്ഞില്ല എന്ന് വന്നേക്കാം. നിങ്ങളുടെ കൂട്ടായ്മയിൽ, നിങ്ങൾ കടന്നു പോകുന്ന സംഘടനയിൽ, സഭയിൽ ഇത് തന്നെ നേരിട്ടേക്കാം. പക്ഷേ സഭ തിരിച്ചറിഞ്ഞില്ലെങ്കിലും, കൂട്ടായ്മക്കാർ തിരിച്ചറിഞ്ഞില്ലെങ്കിലും, കൂട്ടുകാരറിഞ്ഞില്ലെങ്കിലും, ആത്മീയ നേതൃനിരയിലുള്ളവർ നിങ്ങളെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും, സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ഉള്ളും വേദനയും തിരിച്ചറിയുന്നവരാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈ പ്രഭാതം പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ ഈ ദിനം യേശു നമുക്ക് നൽകിയ മാതൃക നാമും ജീവിതത്തിൽ സ്വീകരിച്ച് ഒരു ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി കർത്താവ് നമുക്ക് ആക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിന്റെ കൃപയിൽ ജീവിപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന്
നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശു തമ്പുരാൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ വേറിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ച അനുഗ്രഹിക്കപ്പെട്ട ചിന്ത ഇന്ന് ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ലോക ക്രൈസ്തവ ജനതയിൽ ഭൂരിഭാഗം പേരും ഇന്ന് ആഷ് വെനസ്ഡേ ആയി കൊണ്ടാടുകയും നോമ്പാചരണത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നോമ്പിന്റെ ആചരണങ്ങളും അതിന്റെ കാര്യങ്ങളിൽ പങ്കെടുത്താലും ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ശക്തമല്ല എങ്കിൽ ഒരർത്ഥവുമില്ല എന്ന് ഇന്ന് ഞങ്ങൾ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകുകയും അങ്ങയോടുള്ള അടുത്ത ബന്ധത്തിൽ ഞങ്ങളുടെ പ്രതികൂലങ്ങളെ അനുകൂലമാക്കുന്ന ദൈവകൃപയിൽ ആശ്രയിപ്പാൻ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രാർത്ഥനയ്ക്കായി പുതിയ തീരുമാനമെടുക്കുന്ന ഓരോന്നിന്റെ മക്കളെയും അനുഗ്രഹിക്കണമേ. ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവിക ആലോചന സ്വീകരിച്ച് അതിൻ പ്രകാരം ഞങ്ങളുടെ ഓരോ ചൂടും വെക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമായി ദൈവകൃപയോടെ ഞങ്ങളെ കാത്തു പരിപാലിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, യേശു നമുക്ക് നൽകിയ ഏറ്റവും പരമപ്രധാനമായ മാതൃകയാണ് പ്രാർത്ഥനാ ജീവിതം. ലഭിക്കുന്ന സമയങ്ങൾ, നിങ്ങൾ ജോലിയിലാണോ, യാത്രയിലാണോ, ഭവനത്തിലാണോ, അടുക്കളയിലുള്ള അമ്മമാരാണോ, നിങ്ങളുള്ളിൽ സ്തോത്രം പറഞ്ഞതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ ഉരുവിട്ടുകൊണ്ട് തന്നെ ഇരിക്കുക. തമ്പുരാൻ കേൾക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ സകല ആവശ്യങ്ങളെയും തമ്പുരാൻ മാനിക്കട്ടെ. അതുകൊണ്ട് പ്രാർത്ഥന ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവിഭാജ്യ ഘടകമാക്കി മാറ്റുക, അത് ശീലിക്കുക. ഇന്നുവരെ പ്രാർത്ഥനയ്ക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ നമുക്ക് ഈ അനുഗ്രഹിക്കപ്പെട്ട ദിനം പ്രാർത്ഥനയോടെ ആരംഭിക്കാം. അങ്ങനെ ഒരു സാക്ഷ്യമുള്ള ജീവിതത്തിന്റെ ഉടമകളായി കർത്താവിനെ സേവിക്കുവാൻ നമ്മെ ഏവരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുക്കട്ടെ. അതിന് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless us all.